ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഇത് അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറയാൻ അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ കൂടുതലും, മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇത് റോപ്പ് പ്ലേസ് ചെയ്യണം. റോപ്പ് പ്ലേസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ കുഴ കെട്ടുന്ന, അടിവലയുടെ കുഴ കെട്ടി വെക്കുന്ന ഇതിൻ്റെ അകത്താണ്. ഞങ്ങൾ പണിയും കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. വള്ളം ഓടി കിഴക്കോട്ട് പോകുന്ന സമയത്താണ് ഈ റോപ്പ് പ്ലേസ് ചെയ്യാനുള്ള പരിപാടി നടക്കുന്നത്. അങ്ങനെ ഇത് റോപ്പ് പ്ലേസ് ചെയ്ത് വെക്കും. പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറ്റിയാണ് കുഴ കിട്ടുന്നത്. നമുക്കത് കാണാം, നമുക്ക് കാണിച്ചു തരാം. രണ്ട് സൈഡും ഇളക്കി എടുത്ത് ഇതുപോലെ ഒരു റോപ്പിട്ട് രണ്ട് സൈഡും പ്ലേസ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പിൻ്റെ അകത്തൂടെയാണ് അടിവലയുടെ കുഴ കയറ്റി കെട്ടുന്നത്. ഇപ്പോൾ ഏകദേശം ശരിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിയായി കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ വളച്ച് വയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാണിച്ചു തന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ അടിവലയുടെ കുഴ കയറ്റിയെടുത്ത് കെട്ടിവെക്കുന്നത്. ആ കുഴ കെട്ടിവെച്ച് കഴിഞ്ഞാൽ മാത്രം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴ ഓടരുത്. അത് മാത്രമല്ല, ഇത് മുറുകിയിരിക്കണമെങ്കിൽ ഈ ഒരു പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റോപ്പിൻ്റെ ഒരു ഭാഗം കൂടെ ആവശ്യമുണ്ട്. ഇത് വല വലിക്കാനും എല്ലാം പോകുമ്പോൾ വല കോരുമ്പോഴത്തേക്ക് ഇത് അടിയിൽ പോകുന്നതാണ്. അടിവലയിലാണ് കറക്റ്റായിട്ട് അങ്ങ് ഇരിക്കാൻ വേണ്ടി. ഇതാണ് കുഴ കെട്ടി വെച്ചിരിക്കുന്നത്.